ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്നു എന്നത് ഏറെ നാളെ കേട്ടിരുന്ന ഒരു വാർത്തയാണ്. എന്നാൽ അത് സംഭവിക്കുന്നില്ലെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വെളിപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണ് എന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു മാധ്യമത്തിനോട് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സനാണ് ഈ കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമില്ല, അത് ഒരിക്കലും സത്യമല്ല, മറിച്ച് ഈ പറയുന്ന രീതിയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള കരാറിന്റെ ലംഘനം നടത്തിയിരിക്കുന്നത് കേരള സർക്കാരാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ തയ്യാറായിട്ടില്ല. കരാർ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് കരാറിലേക്ക് എത്തിയത്, അതിൽ എങ്ങനെയാണ് കേരള സർക്കാർ ലംഘനം നടത്തിയത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ കൃത്യമായ മറുപടി നൽകുന്നില്ല. അദ്ദേഹം ആകപ്പാടെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കേരള സർക്കാരും തമ്മിലുള്ള കരാർ അത് നിങ്ങൾ ലംഘിച്ചു എന്നാണല്ലോ വാർത്തകൾ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അത് സത്യമല്ല, മറിച്ച് കേരള സർക്കാർ തന്നെയാണ് ഈ കരാർ ലംഘനം നടത്തിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് കേരള സർക്കാരും ഒപ്പം തന്നെ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാനുമാണ്. അദ്ദേഹമാണ് ഇതിന് കൂടുതൽ മുൻകൈയെടുത്ത് ചർച്ചകളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയും ഇങ്ങനെ മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്ന പ്രഖ്യാപനമൊക്കെ പരസ്യം നടത്തുകയും എല്ലാം ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്നത് സത്യമാണോ, കേരള സർക്കാർ കരാർ ലംഘിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എന്ത് ലംഘനമാണ്, എന്ത് കരാർ ലംഘനമാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഈ കായിക മന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ചർച്ചകൾക്ക് ഈ കായിക മന്ത്രി ഉൾപ്പെടെയുള്ള ഒരു സംഘം നേരത്തെ സ്പെയിനിലേക്ക് പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 13 ലക്ഷം രൂപ ചെലവായി എന്നുള്ള വിവരാവകാശ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നേരത്തെ കായിക മന്ത്രി പറഞ്ഞത് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ യാതൊരുവിധ ഒരു രൂപയുടെ പോലും ചെലവ് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നായിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നത്. ഈ യാത്രയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാമായിട്ട് 14 ലക്ഷത്തോളം രൂപ ചെലവായി എന്ന വാർത്തകൾ വരുന്നു. നേരത്തെ കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് അർജന്റീന നേടിയതിന് പിന്നാലെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ അർജന്റീന ടീമിനും മെസ്സിക്കുമൊക്കെ ആരാധക വൃന്ദം ഉണ്ടായി, വലിയൊരു ആവേശമാണ് ഉണ്ടായത്. ഇതിന്റെ പിന്നാലെയാണ് അർജന്റീന ടീമും ഒപ്പം തന്നെ ലയണൽ മെസ്സിയും അടങ്ങുന്ന സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും അവർ എത്തും, ഒരു രണ്ട് പ്രദർശന മത്സരം കളിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ വന്നത്. അപ്പോൾ ഈ അർജന്റീന ടീമിനെയും മെസ്സിയെയും എത്തിക്കുന്നതിനുള്ള ഭാരിച്ച ചെലവ് കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ നിന്നും പിന്മാറി. പിന്നീടാണ് ഈ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ അത് ഏറ്റെടുക്കുകയും അത്തരം ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അവരാദ്യം ഈ ഏജന്റ് വഴിയാണ് ഈ ചർച്ചകൾ നടത്തിയത്. പിന്നീട് ആ ഏജന്റുമായിട്ട് പോയി ചർച്ച നടത്തിയതിന് ശേഷം തിരികെ വന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏജന്റ് യാഥാർത്ഥ്യമുള്ളതാണോ, അതായത് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ തുക സംബന്ധിച്ച് വലിയൊരു തുകയാണ് അവർ ചോദിച്ചത്. അതിനകത്തൊരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് കേരള സർക്കാർ ബന്ധപ്പെട്ടു. എന്നാൽ തുക നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അത്തരമൊരു നെഗോഷിയേഷൻ പിന്നീട് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതോടുകൂടി ഈ ബാധ്യത കേരളത്തിന്റെ തലയിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി അത് ഈ പറയുന്ന പോലെ ഒരു സ്പോൺസറായിട്ട് രംഗത്തെത്തുകയും അവരും കേരള സർക്കാരും ചേർന്നുകൊണ്ട് ഈ പറയുന്ന കരാറുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം അതിന്റെ മേധാവി പറഞ്ഞത്, ഞങ്ങള് കൊടുക്കേണ്ട പറഞ്ഞ തുകയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വർഷം തന്നെ അവർ വരാമെന്ന് സമ്മതിച്ചതാണ്, അതുമായി ബന്ധപ്പെട്ട കരാറുണ്ട്, ആ കരാറ് ലംഘിക്കാൻ കഴിയുകയില്ല, കേരളത്തിൽ വന്നേ മതിയാകൂ എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ അവർ പറഞ്ഞുറപ്പിച്ച് കൊടുത്ത തുക അത് 130 കോടി രൂപയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും കൂടുതൽ തുക അവർ ചോദിച്ചു. എന്നാൽ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതിന് കരാറുമൊക്കെ ഉണ്ട്. ഈ 130 കോടി രൂപ കൊടുത്ത് അവർ ഇവിടെ വന്ന് കളിക്കാമെന്ന കരാറാണ് ഉള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തങ്ങൾ നടത്തിയതെന്നും ഈ പറയുന്ന സ്പോൺസർമാര് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും
അർജന്റീന ടീമും മെസ്സിയും ഇന്ത്യയിൽ എത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഷെഡ്യൂളിൽ കേരളം ഒരിക്കലും ഉൾപ്പെട്ടിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ഈ പറയുന്ന സ്പോൺസർ പ്രതികരിച്ചത്, കേരളത്തെ ചതിച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്ന് കളിച്ചിട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട, കേരളത്തിൽ എത്തണം, എത്താതെ ഇന്ത്യയിൽ വന്ന് കളിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന തരത്തിലുള്ള ചില ഭീഷണി പോലെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം ഒക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ കേരളം കൊട്ടിഘോഷിച്ചതുപോലെ മെസ്സിയോ അർജന്റീന ഫുട്ബോൾ ടീമോ ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഈ സ്പോൺസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന പോലെ ഈ വർഷം ഒക്ടോബറോട് കൂടി കേരളത്തിൽ എത്താമെന്നാണ് സംബന്ധിച്ചത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത വർഷം ലോകകപ്പിന് ശേഷം വരാം എന്നൊരു കാര്യം കൂടി ആണ് അവർ പറയുന്നത്. അത്തരമൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. അത് സാധ്യമല്ല എന്ന് തങ്ങൾ പറഞ്ഞു. കാരണം നിലവിലെ ലോകകപ്പ് ജേതാക്കൾ എന്ന നിലയിലാണ് അർജന്റീനയ്ക്ക് ഇത്രയും ആരാധകരുള്ളത്. ആ ജേതാക്കളെ, ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ കേരളത്തിൽ എത്തിക്കാമെന്ന ഒരു വാക്കാണ് സർക്കാരും ഇപ്പറയുന്നത് പോലെ സ്പോൺസർമാരും കൊടുത്തത്. അതുകൊണ്ട് അടുത്ത തവണ ലോകകപ്പ് നടക്കുമ്പോൾ ഇവർ തന്നെ ജേതാക്കളാകണമെന്നില്ല. അങ്ങനെ വന്നാൽ പിന്നീട് മുൻ ജേതാക്കൾ എന്ന നിലയിലായിരിക്കും അർജന്റീന കേരളത്തിൽ എത്തേണ്ടത്. അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല. ജേതാക്കൾ എന്ന നിലയിൽ തന്നെ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കണം, മെസ്സിയെ കൊണ്ടുവരണം എന്നതായിരുന്നു തങ്ങളുടെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അർജന്റീന ടീം അതിനോടൊന്നും തന്നെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുമില്ല. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ആകെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. കരാറിലെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ പുറത്തുവിടാൻ ഈ പറയുന്നത് പോലെ കേരള സർക്കാരും സ്പോൺസറും ഉൾപ്പെടെ തന്നെ നിർബന്ധിതരാകും. ആര് കരാർ ലംഘനം നടത്തി, എങ്ങനെ കരാർ ലംഘനം നടത്തി എന്ന് ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ കായിക മന്ത്രിക്കും സ്പോൺസറിനും വിശദീകരിക്കേണ്ടി വരും. തങ്ങൾക്ക് മേൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയാണ് വളരെ വലിയൊരു ആരോപണം ഈ പറയുന്ന പോലെ കേരള സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റാണെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈ പറയുന്ന കരാറിലെ വ്യവസ്ഥ ഉൾപ്പെടെ പുറത്ത് വിടേണ്ട ബാധ്യത ഇനിയിപ്പോൾ കേരള സർക്കാരിനാണ് വന്നിരിക്കുന്നത്.